നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതത്തിൽ ആർക്കെങ്കിലും പ്രാധാന്യം നൽകുന്നതിന് മുമ്പ് അവരുടെ കണ്ണിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നിർബന്ധമായും പരിശോധിക്കുക. അനുഭവങ്ങളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അനുഭവങ്ങൾ പാഠങ്ങളാണ്. നന്മ, തിന്മ, ശരി, തെറ്റ് എന്നിവ തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ അനുഭവങ്ങളും. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. അവനവനിൽ വിശ്വാസമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയില്ല. വിജയത്തിൻ്റെ രഹസ്യം തന്നെ ആത്മവിശ്വാസമാണ്. ഉപേക്ഷിക്കപ്പെടാൻ ഉള്ളതല്ല നാം കണ്ട സ്വപ്നങ്ങളൊന്നും, നേടിയെടുക്കാനുള്ളതാണ്. പിന്നിലുള്ള ആളുകളുടെ എണ്ണമല്ല, മുന്നിലുള്ള സ്വപ്നത്തിൻ്റെ തീവ്രതയാണ് ജീവിതത്തിന് കരുത്ത് പകരേണ്ടത്. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയുമുണ്ടാവില്ല. കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിൻ്റെ മഹത്വം ലഭിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. ആരെയും തിരുത്താതിരിക്കുക. നമ്മളെ വായിക്കാതെ പോയവരെ എന്തിന് തിരുത്തണം? ഉള്ളറിഞ്ഞ് കരഞ്ഞവരൊക്കെയും ഉയർത്തെഴുന്നേറ്റ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാ ബോധം കൊണ്ടുമാണ്. നിങ്ങൾ അവരെക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നതും അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നതുകൊണ്ടാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്.